ഇറാനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒടുവിൽ ഹൂതികൾ പ്രതികരിച്ചിരിക്കുന്നു. ഇറാനെതിരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ക്രൂരമെന്നാണ് ഹൂതികൾ വിശേഷിപ്പിച്ചത്. ഹൂതികൾ വെള്ളിയാഴ്ച ശക്തമായ പ്രതികരണമാണ് നടത്തിയത്. ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നും അതിന് പൂർണ്ണ പിന്തുണയും ഹൂതികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പലസ്തീന് മാത്രമല്ല, മുഴുവൻ മേഖലയുടെയും മുസ്ലിം ലോകത്തിൻ്റെയും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും അപകടമാണ് ഹൂതികൾ ആരോപിച്ചു. ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവായുധങ്ങളുള്ള ഇസ്രായേലിന് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ വിലക്കാൻ ധാർമ്മികമോ നിയമപരമോ ആയ അവകാശമില്ല. പലസ്തീൻ, ലെബനൻ, മറ്റ് അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ 10,000-കണക്കിന് ആളുകളുടെ മരണത്തിന് ഇസ്രായേൽ കാരണക്കാരായി. ഇറാൻ്റെ സ്വയം പ്രതിരോധത്തിനും ആണവ വികസനത്തിനുമുള്ള അവകാശത്തിനുള്ള പിന്തുണ വീണ്ടും അറിയിക്കുന്നതായി ഹൂതികൾ വ്യക്തമാക്കി. പലസ്തീൻ്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്ന ഒരേയൊരു ഇസ്ലാമിക രാഷ്ട്രമെന്നാണ് ഹൂതികൾ ഇസ്രായേലിനെ പ്രശംസിച്ചത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുതിർന്ന സൈനിക ശാസ്ത്ര നേതാക്കൾ നഷ്ടപ്പെട്ടതിൽ ഹൂതികൾ അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലോകത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇസ്രായേൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു, ആരെയും വെറുതെ വിടുന്നില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ ഗുരുതര വെല്ലുവിളിയെ നേരിടണമെന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും ഹൂതികൾ ആഹ്വാനം ചെയ്തു. ഹമാസും ഇസ്രായേലിൻ്റെ നടപടിയെ അപലപിച്ചു. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന നടപടിയെന്നാണ് ഹമാസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. പലസ്തീനെയും അതിൻ്റെ പ്രതിരോധത്തെയും പിന്തുണയ്ക്കുന്ന ഉറച്ച നിലപാടിന് ഇറാൻ വില നൽകുകയാണെന്നും ഹമാസ് പറഞ്ഞു. ഇറാനിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. തെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഘേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങൾ നടന്നതായി IDF അറിയിച്ചു. ഇറാൻ്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF വ്യക്തമാക്കി. ഇറാൻ്റെ ഭീഷണി നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച പുലർച്ചെ തെഹ്റാനിൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടെന്നാണ് ഇറാൻ മാധ്യമം തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എത്തി. ഇസ്രായേൽ ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നാണ് അലി ഖമേനി ഔദ്യോഗികമായി പ്രതികരിച്ചത്. അതിനിടെ അടിക്ക് ഇറാൻ തിരിച്ചടി നൽകി. ഇറാൻ്റെ 100 ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു. ഇസ്രായേൽ സൈന്യം ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾക്ക് കടുത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയ ശേഷം വെള്ളിയാഴ്ച തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രതികാര നടപടി ആരംഭിച്ചത്. IDF വക്താവ് യഫി ഡ്രെഫ്രിൻ ആക്രമണ വിവരം സ്ഥിരീകരിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. ഭീഷണികളെ നേരിടാൻ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഡെഫ്രിൻ പറഞ്ഞു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹൂതികൾ നിരന്തരം ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഹൂതികൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത.